മനുഷ്യനുള്ളിടത്തോളം നിർമ്മിതികൾ അവസാനിക്കുകയില്ല. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രസക്തി അവിടെയാണ്. ഏതാണ്ട് BC 4000-2000 കാലഘട്ടത്തിൽ ഈജിപ്തിലെ പിരമിഡുകൾ മുതൽ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകളെ ലോകം തിരിച്ചറിഞ്ഞു. പുരാതന കാലത്ത് ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കൺസ്ട്രക്ഷനുകൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് സിന്ധു നദീതട സാംസ്കാരിക കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അവിടെയും നഗരനിർമ്മിതികളുണ്ടായിരുന്നു. റോമിലും ഗ്രീസിലുമൊക്കെ നിരവധിയായിട്ടുള്ള നിർമ്മിതികൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മധ്യകാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പള്ളികളും കൊട്ടാരങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും അടക്കമുള്ള നിർമ്മിതികൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങി. അവിടെ വാസ്തുശില്പവിദ്യയുടെ പുതിയ ഒരു ലോകം നമ്മൾ കണ്ടെത്തുകയായിരുന്നു. വീണ്ടും കാലം കടന്നുപോയപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നിർമ്മിതിയുടെ പുത്തൻ രൂപങ്ങൾ എഞ്ചിനീയറിംഗ് മേഖല ആവിഷ്കരിക്കപ്പെട്ടു. ഏതാണ്ട് 18-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കുമാണ് ഫിസിക്സും മാത്സും ഒക്കെ സിവിൽ എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്തു തുടങ്ങിയത്. M. വിശ്വേശ്വരയ്യ പോലെയുള്ള വിഖ്യാതരായിട്ടുള്ള എഞ്ചിനീയർമാരുടെ ലോകം നമുക്ക് ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ നിർമ്മിതികളിൽ വലിയ സാധ്യതകൾ വെട്ടി തുറന്നു. ഹിരാക്കുഡ് അടക്കമുള്ള ഡാമുകൾ നിർമ്മിക്കപ്പെടുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ മണൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെടുന്നതൊക്കെ ജോഷി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഇന്ത്യൻ എഞ്ചിനീയറുടെ കരവിരുതിനാലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ പ്രധാനമായിട്ടും നിർമ്മിതി എന്ന് പറയുന്നത് വെറും നിർമ്മിതിയായിട്ട് മാത്രം നിൽക്കാത്ത അതിൻ്റെ ഭംഗി, വാസ്തുശില്പവിദ്യയും അതിൻ്റെ കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷിയും പുതിയതായിട്ടുള്ള ട്രെൻഡുകൾ നിർമ്മിക്കപ്പെടുകയും കൂടുതൽ കാലാവസ്ഥയെ ഇണങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ ചിലവ് കുറഞ്ഞ നിർമ്മാണ സാമഗ്രികളുടെ അവതരണം തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന, എന്നും മാറ്റങ്ങൾക്ക് ട്രെൻഡുകൾ സൃഷ്ടിക്കപ്പെടുകയും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലിടമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് മാറ്റപ്പെട്ടിരിക്കുന്നു. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പഠന മേഖലകളെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ITI എന്ന് പറയുന്നൊരു കോഴ്സാണ്. പരമ്പരാഗത നിർമ്മാണ മേഖലയിൽ നിന്ന് കുറച്ചുകൂടെ സയൻറ്റിഫിക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നിർമ്മാണ മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് ITI കോഴ്സുകളിലൂടെയാണ്. മതിയായ ടെക്നീഷ്യന്മാരുടെ എണ്ണം തികയ്ക്കുന്നതിന് ഇന്നും നമുക്ക് സാധിക്കുന്നില്ല എന്നത് ഈ മേഖലയിലെ ഒരു ഫാക്റ്റാണ്, വസ്തുതയാണ്. രണ്ടാമത് വരുന്നത് ഒരു സൂപ്പർവൈസറി കേഡറിൽ നമുക്ക് ആവശ്യത്തിനുള്ള ജൂനിയർ എഞ്ചിനീയർമാരെ, സൂപ്പർവൈസർമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പോളിടെക്നിക് ഡിപ്ലോമ എന്ന മറ്റൊരു മേഖല സൃഷ്ടിക്കപ്പെട്ടു. ഈ രണ്ട് മേഖലയിലേക്കും കടന്നു ചെല്ലുന്നതിനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായൊരു കുട്ടിക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഈ രണ്ട് അവസരങ്ങൾക്കപ്പുറം കുറേ കൂടെ വിപുലമായ സാധ്യതകൾ ഒരുക്കുന്ന BTech എന്ന അടുത്ത പ്രധാന എഞ്ചിനീയറിംഗ് ബിരുദ പഠന സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. BTech ഓർ BE നമുക്ക് രണ്ടും അവൈലബിൾ ആണ്. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലർ ഓഫ് ടെക്നോളജി. അപ്പോൾ ഈ മേഖലയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഇനി അയാളുടെ പഠനത്തെ കുറേ കൂടെ മികവുറ്റതാക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ അതിനകത്ത് അഡ്വാൻസ്ഡ് പ്രോഗ്രാംസിലേക്ക് അവർക്ക് പോകാനായിട്ട് സാധിക്കും. MTech അതിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ അവർക്ക് സ്പെഷ്യലൈസേഷനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഒരു നിർമ്മാണ മേഖലയിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആ നിർമ്മാണ മേഖലയിൽ തന്നെ സാങ്കേതിക വിദ്യയുടെ ആപ്ലിക്കേഷൻസ് വളരെയധികം വരികയാണ്. ആ സാധ്യതകൾ ഒന്ന്, നിർമ്മാണ മേഖലയിൽ 3D പ്രിൻറ്റിംഗ് ആപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. 3D പ്രിൻറ്റിങ്ങിലൂടെ ഒരു സോഫ്റ്റ്വെയറിലൂടെ വളരെ ഭംഗിയായിട്ട് മനുഷ്യ സ്പർശമില്ലാതെ പോലും ഒരു നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്ന, വീട്, പാലം, മറ്റ് നിർമ്മിതികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന സാധ്യതകളുടെ ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുമ്പിൽ മറ്റു തരത്തിലുള്ള വെർച്വൽ റിയാലിറ്റിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു കെട്ടിടം നിർമ്മിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ധാരണ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ, വീട് പണിയിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ നടത്തുന്ന, പാലം നിർമ്മിക്കുന്ന ആളുടെ മുമ്പിലേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നു. അങ്ങനെയുള്ള മേഖലകൾ. അപ്പോൾ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, പ്രസൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ സാധ്യതകളുടെ വലിയൊരു ലോകമുണ്ട്. അവിടെയും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ കോൺക്രീറ്റിംഗ് സിസ്റ്റംസ്, നമുക്കറിയാം പൊട്ടലുകളും വിള്ളലുകളും ഉണ്ടായാൽ അത് സ്വയം ഹീൽ ചെയ്യുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് കോൺക്രീറ്റിംഗ് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടു. സ്റ്റീലിൻ്റെയും ഒക്കെ ഒരു പ്രീ കാസ്റ്റഡ് ആയിട്ടുള്ള നിർമ്മാണ സാമഗ്രികളുടെ ഉപയോഗത്തിലൂടെ വളരെ പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുന്ന
തലത്തിലുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ വ്യത്യസ്തമായ നിർമ്മാണ തലങ്ങൾ, വലിയ കൺസ്ട്രക്ഷനുകളും ചെറിയ കൺസ്ട്രക്ഷനുകളും, സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കാർബൺ എമിഷൻ കുറയ്ക്കുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് നമ്മൾ വളരെ വേഗം പോവുകയാണ്. ഉപയോഗിച്ച സാധനങ്ങൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള കൺസ്ട്രക്ഷൻ പ്രോസസ്സുകൾ. നമുക്കറിയാം, റോഡുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് പഴയ ടാറിങ് കട്ട് ചെയ്തെടുത്തിട്ട് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇന്ന് കാലം മാറ്റപ്പെട്ടിരിക്കുന്നു, സാങ്കേതികവിദ്യ മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ വലിയൊരു ഗോള്. കാരണം നിർമ്മാണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു വീട് പണിയുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ വളരെ വളരെ വർഷങ്ങളായിട്ടുള്ളൊരു സ്വപ്നമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുക. അവരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച് അവിടെ ചെലവ് കുറഞ്ഞ നിർമ്മാണ സാങ്കേതിക വിദ്യകളെ അവതരിപ്പിക്കാൻ കഴിയണം. ലാറി ബേക്കറൊക്കെ ഈ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച എഞ്ചിനീയർമാരായിരുന്നു. കേരളത്തെ ഇത്രയധികം സ്നേഹിച്ച അദ്ദേഹമാണ് നിർമ്മിതി കേന്ദ്ര പോലുള്ള അവർ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലുള്ള വളരെ ചെലവ് ചുരുങ്ങിയ ഗൃഹനിർമ്മാണ സാങ്കേതിക വിദ്യ, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിർമ്മാണ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ സാധ്യതകളുടെ വലിയൊരു ലോകമാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ഭൂമി കുലുക്കം ഉണ്ടാവുകയാണ് എങ്കിൽ, എർത്ത്, അതുപോലെ തന്നെ പ്രളയം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഇപ്പം കടലോര പ്രദേശങ്ങളിലെ നിർമ്മിതിയൊക്കെ വരുമ്പോൾ ഉപ്പ് കാറ്റേറ്റിട്ട് കെട്ടിടത്തിൻ്റെ കമ്പിയൊക്കെ ദ്രവിച്ചു പോകുന്ന, വളരെ പെട്ടെന്ന് കെട്ടിടം നശിച്ചു പോകുന്ന തരത്തിലേക്കൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതിനെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ കഴിയുക? അതിന് പറ്റുന്ന സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യുക തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങളേറെയാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യം വളരെ വർഷങ്ങളായി, ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ് നമ്മുടെ രാജ്യം നിർമ്മിക്കപ്പെട്ടിട്ട്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഏതാണ്ട് ഒരു 100 വർഷത്തിലേക്കുള്ള പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ തോതിൽ ജനസംഖ്യ വർദ്ധിക്കുന്നു. വലിയ തോതിൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നു. റോഡുകൾ, പാലങ്ങൾ, വീടുകൾ ഒക്കെ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മുൻകാലങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ആയുസ് 50, 75 അല്ലെങ്കിൽ 100 വർഷം ആയുസ്സുള്ള പല കൺസ്ട്രക്ഷൻസും നമുക്ക് നശിപ്പിച്ച് കളയേണ്ടി വരാം. അപ്പോൾ ഈ ഒരു കെട്ടിടങ്ങളെ ഒഴിവാക്കുന്ന തരത്തിലുള്ള, ഒരു തകർത്ത് കളയുന്ന തരത്തിലുള്ള, സുരക്ഷിതമായി ഫ്ലാറ്റുകളൊക്കെ തകർത്ത ചരിത്രം നമ്മുടെ എറണാകുളത്തൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, നമ്മൾ മീഡിയകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പഴയ കെട്ടിടങ്ങൾ, അപകടകരമായ കെട്ടിടങ്ങളെ പൊളിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു ഡിമോളിഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പുതിയ പഠന മേഖല ഇപ്പുറത്ത് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഡാമുകളൊക്കെ സുരക്ഷിതമായിട്ട് തകർത്തുകൊണ്ട് സുരക്ഷിതമായ പുതിയ ഡാം പണിയുന്നതിന് ഇത് തകർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്ഫോടക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക്, കെമിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും എക്സ്പ്ലോസീവ്സിനെ യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡിമോളിഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഗ്രീൻ കൺസ്ട്രക്ഷൻ, പ്രകൃതി ദത്തമായ സാധനങ്ങളെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ പ്രോഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്ത് അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ. അപ്പോൾ ഇതെല്ലാം കൺസ്ട്രക്ഷൻ രംഗത്ത് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടു തുടങ്ങി. ഒരു കെട്ടിടം പണിയുമ്പോൾ മതിയായ പച്ചപ്പ് ലഭിക്കുന്ന രീതിയിൽ, ഓക്സിജൻ സപ്ലൈ കിട്ടുന്ന രീതിയിൽ, സസ്യലതാദികളെ ഒരു ഗാർഡൻ, ഓപ്പൺ ഗാർഡൻ എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഓപ്പൺ ഗാർഡൻ വരുമ്പോഴത്തേക്കും ലീക്കേജ് ഉണ്ടാകാത്ത കൺസ്ട്രക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ആ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂളുകൾ ആവശ്യമായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ എന്ന ഒരു സാങ്കേതിക വിദ്യയെ അവിടെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ജോഗിങ്ങിനുള്ള സ്പേസ് കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ എല്ലാ രംഗത്തും വലിയ ഒരു ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സർക്കാർ മേഖലയിലുള്ള അവസരങ്ങൾ, റെയിൽവേ പോലുള്ള, പ്രതിരോധ വകുപ്പ് പോലുള്ള മേഖലകളിലുള്ള അവസരങ്ങൾ, അതിനപ്പുറത്തേക്ക് സ്വകാര്യ മേഖലയിലെ വിപുലമായ സാധ്യതകൾ, സ്റ്റാർട്ടപ്പുകൾ, സ്വന്തമായിട്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ബിസിനസ് സാധ്യതകൾ, പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിലെ സാധ്യതകൾ, കൺസ്ട്രക്ഷൻ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികളിലെ ക്വാളിറ്റി അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, വാസ്തുവിദ്യയും പരമ്പരാഗത നിർമ്മാണ സാങ്കേതിക വിദ്യകളുടെ ഒരു കൂട്ടിയോജിപ്പിക്കലിനുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, പെയിൻറ്റിങ്ങിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ ലോകമായിട്ട് ഇത് മാറുകയാണ്. കാരണം
ഒരാളുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ സ്വപ്നമാണ് ഒരു കൺസ്ട്രക്ഷൻ, ഒരു പാലം അല്ലെങ്കിൽ മറ്റൊരു കൺസ്ട്രക്ഷൻ എന്നുള്ളത്. അപ്പോൾ അവരുടെ മനസ്സിലെ ചിന്താഗതികൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങി അവസാനിക്കുമ്പോഴും അതിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദീർഘകാലത്തേക്ക് ആ ഒരു നിർമ്മിതിയെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്ലാൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് അവതരിപ്പിക്കുക, സുരക്ഷിതമായ നിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഒരു സിവിൽ എഞ്ചിനീയറുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ആ സാധ്യതകളിലേക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക്, വരയ്ക്കാൻ ഒരു സെൻസുള്ള, നല്ല മാത്തമെറ്റിക്കൽ ഇൻ്റലിജൻസുള്ള, കാൽക്കുലേഷനുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കടന്നു ചെല്ലാം.